നാട് തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തമിഴ്നാടെന്ന സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളും തേങ്ങിക്കരയുന്നു. ഞങ്ങൾ ഈ നാട്ടിൽ എവിടെ സഞ്ചരിച്ചാലും 10 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാമായിരുന്നു അമ്മയുടെ ഹോട്ടലിൽ നിന്ന്. ഞങ്ങളുടെ മക്കൾക്ക് പുസ്തക വിതരണം ചെയ്ത അമ്മയാ നഷ്ടപ്പെട്ടു പോയത്. ഞങ്ങളുടെ മക്കൾക്ക് സൈക്കിൾ വിതരണം ചെയ്ത, അവർക്ക് പഠനത്തിന് ആവശ്യമായത് കൊടുത്ത, ഞങ്ങളുടെ ഭവന നിർമ്മാണത്തിന് സിമന്റ് തന്ന, ഇട്ടുക തന്ന ഞങ്ങളുടെ അമ്മ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാതെ തന്നെ ഒരു നാടിന്റെ മുഴുവനും അമ്മയായി മാറിയ ആ സ്ത്രീ ലോകത്തോട് വിട പറഞ്ഞപ്പോ അതിന്റെ വിഷമങ്ങൾ താങ്ങാൻ സഹിക്കാതെ കഴിയാതെ ആളുകൾ അതാ ആശുപത്രിക്ക് മുകളിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അവർക്ക് അമ്മയോടുള്ള സ്നേഹമാണ്, അവരുടെ രാജാവിനോട്, അവരുടെ ഭരണാധികാരിയോടുള്ള സ്നേഹമാണ്. എന്നാൽ ജയലളിത എന്ന് പറയുന്ന ആ സ്ത്രീ ആ നാട്ടുകാർക്ക് കൊടുത്ത സൗജന്യങ്ങളൊന്നും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് സർക്കാരിന്റെ സൗജന്യങ്ങളാണ് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അമ്മ എന്ന കാഴ്ചപ്പാടിലേക്ക് എന്തുകൊണ്ടാണ് അമ്മ എന്ന കാഴ്ചപ്പാടിലേക്ക് ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ മാറാനുള്ള കാരണം എന്താണ്? അവിടെയുള്ള പാവപ്പെട്ടവരോട് കാണിച്ച കരുണയാണ്, അവിടെയുള്ള സാധുക്കളോട് കാണിച്ച കരുണയാണ്, അവിടെയുള്ള ജനങ്ങളോട് ആഹ്വാനം കാണിച്ച കരുണയാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിനെ പരിപാലിച്ച് സൃഷ്ടിച്ച് അതിന് വേണ്ടതൊക്കെ തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് വിളിച്ചു പറയുന്നു, അമ്മ എന്ന കൺസെപ്റ്റ്, ഉമ്മ എന്ന കാഴ്ചപ്പാട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര വലിയ കാഴ്ചപ്പാടാണതെന്ന് നിങ്ങൾക്കറിയുമോ? ആ കാഴ്ചപ്പാട് എത്രത്തോളം വലുതാണെന്നറിയുമോ? ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ അവനെ താലോലിച്ചത് അവന്റെ പൊന്നുമ്മയാണ്. ആ അമ്മയുടെ താലോലത്തിന് പകരം വെക്കാൻ ലോകത്ത് ഒരാളുമില്ല. ആ അമ്മയുടെ താലോലത്തിന് പകരം വെക്കാൻ ലോകത്ത് ഒരു പോറ്റുമ്മയ്ക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ ആരൊക്കെ കടന്നു വന്നാലും, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പെണ്ണ് വന്നാലും, നീ എത്ര വലിയ ബിസിനസിന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു പോകുന്ന മുതലാളിയായാലും, നീ ഏത് വലിയ സ്ഥാനമാനങ്ങളിൽ എത്തപ്പെട്ടവനായാലും, നീ ഇപ്പോഴും ഒരാളുടെ മുന്നിൽ കുഞ്ഞാണ്, ഒരാളുടെ മുന്നിൽ നീ മകനാണ്, ഒരാളുടെ മുന്നിൽ നീ സീറയാണ്. അതാരാണെന്നറിയുമോ? അത് നിന്റെ ഉമ്മയാണ്, അത് നിന്റെ ബാപ്പയാണെന്നോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയെങ്കിൽ ആ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ അളവുകോല് നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല. ആ ഉമ്മയോടുള്ള സ്നേഹത്തിന് അളവുകോല് നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം ആ ഉമ്മ എന്നു മുതലാണ് നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് നമുക്കറിയുമോ? ആ ഉമ്മ എപ്പോഴാണ് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയതെന്നോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കറിയില്ലല്ലോ. ആ ഉമ്മ എന്നാണ് നമ്മളെ സ്നേഹിച്ചതെന്നറിയുമോ? നമ്മളെ താരാട്ട് പാടിയതെന്നറിയുമോ? നമുക്ക് സ്നേഹ ചുംബനങ്ങൾക്ക് അവരുടെ മനസ്സ് വെമ്പുന്നത് എന്നാണെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞ് 1 or 2 മാസം കഴിയുമ്പോ വീട്ടിലേക്കും അയൽ വീടുകളിലേക്കും ഒക്കെ സന്ദർശനത്തിന് പോകുമല്ലോ, വിരുന്നിന് പോകുമല്ലോ. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുകയില്ലേ, മോളെ നിനക്ക് വിശേഷം വല്ലതുമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആ ഉമ്മയോട്, ആ സഹോദരിയോട് ചോദിക്കുമ്പോഴോ, ഞാനാകുന്ന പൊന്നുമോന്, ഞാനാകുന്ന പൊന്നുമോള് നമ്മുടെ ഉമ്മയുടെ വയറ്റിലൂറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മയുടെ വയറ്റില് ഞാനാകുന്ന മാംസപിണ്ഡം, ഞാനാകുന്ന രക്തപിണ്ഡം നമ്മുടെ ഉമ്മയുടെ വയറ്റിലുണ്ടെങ്കിൽ ആ ഉമ്മ പറയുന്ന ഒരു മറുപടിയുണ്ട്, അതാ ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ സമയത്ത് നമ്മുടെ ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദമുണ്ടല്ലോ കൂട്ടുകാരാ. നമ്മുടെ ഉമ്മയുടെ
ഉമ്മയുടെ സന്തോഷമുണ്ടല്ലോ കൂട്ടുകാരാ, ആ സമയത്ത് നമ്മുടെ ഉമ്മ അനുഭവിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ കൂട്ടുകാരാ. നമ്മോട് ആ ഉമ്മയ്ക്കുള്ള സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ കഴിയില്ലടോ. ആ സമയത്ത് ഉമ്മയുടെ മനസ്സ് ഹർഷപുളകിതമാവുകയാണ്. ഞാനൊരു ഉമ്മയാകാൻ പോവുകയാണ്, ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ ആ സമയത്ത് സന്തോഷിക്കുന്ന സന്തോഷത്തിന്റെ അളവെടുക്കാൻ ഈ ലോകത്തുള്ള സർവ്വ അളവുകോലുകളും കൊണ്ടുവന്ന് വെച്ച് അളന്നാലും ആ ഉമ്മയുടെ അളവുകോല്, ആ ഉമ്മയുടെ സന്തോഷത്തിന് അളക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മുതൽ നമ്മുടെ ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞുകാല് കാണണമെന്ന് എത്രയോ ആളുകളാണ് വിളിച്ചിട്ട് പറയുന്നത്. ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി ഒരു കുഞ്ഞുകാല് കണ്ടിട്ടില്ല, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോലോ, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉമ്മയോട് നമ്മുടെ ഉപ്പയോടുള്ള സ്നേഹത്തിനെ കുറിച്ച് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നാട് മൊത്തം ഒരു അമ്മയ്ക്ക് വേണ്ടി ചാകാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് പോലും ജന്മം കൊടുക്കാത്ത അമ്മയ്ക്ക് വേണ്ടിയാണ് ഒരു നാട് കാവലിരിക്കുന്നതെങ്കിൽ, ഒരു നാട് കണ്ണീർ വാർക്കുന്നതെങ്കിൽ, ഒരു നാട് മുഴുവനും നെഞ്ചു പൊട്ടി കരയുന്നതെങ്കിൽ, ഒരു നാടിന്റെ മുഴുവനും വികാരം ഒരു മനുഷ്യ സ്ത്രീയിലേക്ക് ആവാഹിക്കപ്പെട്ടെങ്കിൽ, ഈ ദുനിയാവിലുള്ള സർവ്വസത്തിനെയും ആവാഹിക്കുവാൻ, ഈ ദുനിയാവിലുള്ള സർവ്വ സ്നേഹത്തിനെയും ആവാഹിക്കുവാൻ, സർവ്വ സ്നേഹത്തിനെയും നെഞ്ചിലേറ്റുവാൻ ഒരു പൊന്നുമ്മയ്ക്ക് കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കൂട്ടുകാരാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന.